Yes, welcome to V School. So I am here and you are here and we people together here to speak English. In English language, there is an action that completely over. So how can we express a completed action? Is there any tip or is there any trick? Is there any pattern? And here there is a beautiful format. So you can use this format to express a complete action. So in your life or in your day-to-day life or daily life, a lot of actions that have been completed. And you can use. അതായത് നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതിയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞവരാണ്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എൻ്റെ മുന്നേയുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ, ഇംഗ്ലീഷല്ല ഏതൊരു ഭാഷയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് സംസാരിക്കണമെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഓർ വി ഹാവ് ടു ലിസൺ ദാറ്റ് ലാംഗ്വേജ്. നമ്മളത് കേൾക്കുക എന്ന് മാത്രമേ പറയാവൂ. കേൾക്കാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ സാധ്യമാകും? So in this session, we are going to deal with an important part, how to express completed action. അതായത് ഒരു പൂർണ്ണമായും കംപ്ലീറ്റ് ആക്ഷൻ നമുക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് പറയുക മാത്രമല്ല, സോ വി ഹാവ് ടു പ്രാക്ടീസ്, നമ്മളിത് പരിശീലിക്കുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, അല്ലെങ്കിൽ സോ നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട. സോ വി ഹാവ് നോ ടൈം ടു സ്പെൻഡ് വേസ്റ്റ്. സോ വി ആർ ഹിയർ ടു സ്പീക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നു. ഇവിടെ പറയുന്നു, നമ്മുടെ പോയിന്റ് ഇതാണ്, റിയൽ ലൈഫ് ഹാബിറ്റ്സിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഹാഡ് പ്ലസ് ആക്ഷൻ. ഹാഡ് പ്ലസ് ആക്ഷൻ, ഈ ആക്ഷൻ ഏതായിരിക്കും? ഹാഡ് കഴിഞ്ഞൊരു ആക്ഷൻ പറഞ്ഞാൽ സോ അതൊരു റിയൽ ഹാബിറ്റ് ആക്ഷനുമായി ബന്ധപ്പെടുത്തി പറയും. എന്തൊക്കെയാണ് റിയൽ ലൈഫ് ഹാബിറ്റ്സ്? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു, അതൊരു റിയൽ ലൈഫിൽ പെടുന്നതാണ്. ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, സപ്പർ കഴിക്കുന്നു, ജോലി തീർക്കുന്നുണ്ട്. ഇങ്ങനെ ഡെയിലി ആയി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ആക്ഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോമാണ് ഹാഡ് പ്ലസ് ആക്ഷൻ. ഹാഡ് പ്ലസ് ആക്ഷൻ, ഹാഡ് പ്ലസ് ആക്ഷൻ. സോ ഹിയർ person had action 3. Action 3 means action 1, action 2, action 3. For example, an action name is play, played, played. Come, came, come. Go, went, gone. Study, studied, studied. Write, wrote, written, like that. So the action 3 forms written, completed, played, okay, like that. Certain action names. So the third form of the action. So person, you are a person or you are persons. I am the person plus had plus action name. So here, so this method, this format is used to express completely over. The action is completely over. So this format is used to express past actions. നമ്മുടെ ലൈഫിൽ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാറില്ല. നമ്മുടെ സുഹൃത്തുക്കളോട്, അച്ഛനോട്, അമ്മയോട്, നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ പാസ്റ്റ് ആക്ഷൻ, ഇന്നലെ ചെയ്ത കാര്യം നമ്മളൊന്ന് പറയാറ്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു പാസ്റ്റായി നടന്നു പോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ, സോ വെൻ യു ഹാവ് ടു എക്സ്പ്രസ് earlier actions, past actions, yesterday's actions. So here there is a form. Past actions പറയാൻ persons plus had plus action third. So point is here. The first one, I had delivered a speech. I'm the person had delivered. ഞാൻ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. I had delivered. Then I had taken leave. ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. I had bought a new platform before I moved to city. ഞാൻ സിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപ് ഐ ഹാഡ് ബോട്ട് എ ന്യൂ പ്ലാറ്റ്ഫോം. ഞാനൊരു പുതിയ പ്ലാറ്റ്ഫോം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം, ഓക്കെ ഓക്കെ. ദെൻ ഐ ഹാഡ് ഗോൺ ദെയർ ബിഫോർ യു കെയിം. സോ ബിഫോർ യു കെയിം ഹിയർ ഐ ഹാഡ് ഗോൺ ദെയർ. നീ ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് സെഷൻ, സോ വി ആർ ഡീലിംഗ് ഹൗ ടു എക്സ്പ്രസ് എ കംപ്ലീറ്റ് ആക്ഷൻ. So there is a tip or there is a form here,
had plus action third. Firstly, we introduce persons. നമ്മൾ ആദ്യം പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് നിങ്ങളാവാം, ഞാനാവാം, നമ്മുടെ വീട്ടിലുള്ള ആരുമാവാം. സിമ്പിൾ. ഒരു പേഴ്സൺ അങ്ങോട്ട് പറയുന്നു. ആരെ പറയുന്നു? ഒരു പേഴ്സൺ പറയുന്നു. പേഴ്സൺ കഴിഞ്ഞ് എന്ത് ഉപയോഗിക്കണം? ഹാഡ് പറയണം. ഹാഡ് കഴിഞ്ഞ് എന്ത് ഉപയോഗിക്കണം? ഒരു ആക്ഷൻ പറയണം. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ. അത് ആക്ഷൻ ഏത് ഫോം ആയിരിക്കണം? തേർഡ് ഫോം ആയിരിക്കണം. തേർഡ് ഫോം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോ വെന്റ് ഗോൺ. പോയി എന്ന് പറയുന്ന ഒരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഗോൺ ഉപയോഗിക്കണം. അപ്പോൾ ഹാഡ് പ്ലസ് ആക്ഷൻ തേർഡ് പറയുന്നത് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. അതൊരു പാസ്റ്റ് ആക്ഷൻ ആണ്. സോ ഇൻ സ്പോക്കൺ സ്റ്റൈൽ, സോ വി ഹാവ് ടു യൂസ് ദിസ് ടൈം ഓർ ദിസ് പാറ്റേൺ, ദിസ് ഫോർമാറ്റ് ടു എക്സ്പ്രസ് കംപ്ലീറ്റ് ആക്ഷൻ. സോ ദ തേർഡ് പോയിന്റ് ഇസ് ഹിയർ, ഐ ഹാഡ് ബോത്ത്. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എ ന്യൂ പ്ലാറ്റ്ഫോം, ഒരു പുതിയ പ്ലാറ്റ്ഫോം വാങ്ങി. ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അതൊരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആവാം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആവാം, എന്തുമാവാം. ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഐ ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ടേക്കൻ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഡെലിവേർഡ്, ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ അല്ലേ? അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മെറ്റ്, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ യു ഹാഡ് മെറ്റ്, യു ഹാഡ് സീൻ. നിങ്ങൾ എന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. യു ഹാഡ് വാച്ച്ഡ് മൈ വീഡിയോ. നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. സോ യു ഹാഡ് ഹേർഡ് മൈ ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സോ യു ഹാഡ് ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഐ ഹാഡ് അറേഞ്ച്ഡ് എ പ്രോഗ്രാം. ഞാനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഡെവലപ്ഡ് എ സോഫ്റ്റ്വെയർ. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. ഞാൻ ആ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കംപ്ലീറ്റ് ആക്ഷനാണ്. അപ്പോൾ എന്തിനാ നിങ്ങൾക്ക് മടി ഇനി സംസാരിക്കാൻ? സോ ദിസ് ഫോമാറ്റ്, ഏത് ഫോമാറ്റ്? ഹാഡ് പ്ലസ് ആക്ഷൻ തേർഡ് എന്ന ഫോമാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് യു ക്യാൻ എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് വൺ ബൈ വൺ. ഓക്കെ, വിച്ച് പാറ്റേൺ, വിച്ച് ഫോമാറ്റ്? ഹാഡ് പ്ലസ് ആക്ഷൻ തേർഡ്. Okay, so next point, we had finished the work before I went there. So we had finished, ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? The work. ഞങ്ങളെ ജോലിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. Before I went there, ഞാൻ അവിടെ ചെല്ലുന്നതിന്, ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ്, ഞാനവിടെ പോയി. ഇതെല്ലാം കഴിഞ്ഞ കാലത്തെ രണ്ട് ആക്ഷനാണ്. പോയി, കണ്ടു, എടുത്തു എന്നൊക്കെയുള്ളത്. സോ we had finished, ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? The work before I went there. We had managed, ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ ആൾക്കാരെ കൺട്രോൾ ചെയ്യുക, കൈകാര്യം ചെയ്യുക, അവരെ കൃത്യമായി കൊണ്ടുപോവുക. അതാണ് we had managed. എന്താണ്? The situation. ഞങ്ങൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. So we had continued the work. ഞങ്ങൾ ആ വർക്ക് തുടർന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് സെഷൻ, സോ വി ഹാഡ് സ്റ്റഡീഡ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ അല്ലേ? സോ വെൻ യു ആർ ഗോയിങ് ടു സ്പീക്ക് ഓർ വെൻ യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, എസ്പെഷ്യലി സോ യു വാണ്ട് ടു സ്പീക്ക് എ കംപ്ലീറ്റ് ആക്ഷൻ, സോ യു വാണ്ട് ടു എക്സ്പ്രസ് എ കംപ്ലീറ്റ് ആക്ഷൻസ്, സോ ദർ ഇസ് എ ടിപ്പ്, had plus action third. Had plus action third, so can be used to express past actions. അപ്പോൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. So you can speak easily and simply and confidently. So in the next sessions we will be dealing another point. Okay, have a nice day for you. Practice well.